സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 195. ചിലത് സിമ്പിൾ ആണ്, ചിലത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത്ര ആൻസർ ഇട്ടേ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഡി അല്ലേ? 7.0. ഇവിടെ ഡെലിവറി കോർപ്പറേഷൻ ഹാസ് 250,000 shares of 10 par value. ഓക്കെ, കോമൺ സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ കറന്റ് ഇയർ. ക്യാഷ് ഡിവിഡൻഡ് കൊടുത്തത് 3.5 ആണ്. ഏർണിംഗ്സ് പെർ ഷെയർ 4.8 ആണ്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 34 ആണ് അല്ലെ? നമ്മളോട് പി റേഷ്യോ ആണ് ചോദിച്ചത്, പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ, അതായത് MPS ഡിവൈഡ് ബൈ EPS അല്ലെ? അതായത് ഇവിടെ MPS 34 ആണ്, ഡിവൈഡഡ് ബൈ 4.8 ചെയ്തിട്ടുണ്ടെങ്കിൽ 4.8 ചെയ്താൽ നമുക്ക് 7.0 കിട്ടില്ലേ? 7.08, ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഡിവിഡൻസ് ഡിക്ലെയർഡ് ഓൺ കോമൺ സ്റ്റോക്ക് ബൈ ഈഗിൾ കമ്പനി? എത്ര ആൻസർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. സി ആണ് അല്ലെ? ഇവിടെ ഡിവിഡൻഡ് പേയ്ഡ് റേഷ്യോ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട എമൗണ്ടിന് എത്ര പെർസെന്റേജ് ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. പേ ഔട്ട് റേഷ്യോ അല്ലെ? ഇവിടെ പേ ഔട്ട് റേഷ്യോ എന്ന് ഉദ്ദേശിച്ചത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. ഓക്കെ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇവിടെ 18% എന്ന് പറഞ്ഞു. നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കമ്പനി ആസ് എ ഹോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ടോട്ടൽ കോമൺ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ അല്ലെ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ നെറ്റ് ഇൻകം 4,30,000 ആണെന്ന് പറഞ്ഞിട്ട് പ്രിഫേർഡ് ഡിവിഡൻഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇൻകം ആയിരിക്കും കംപ്ലീറ്റ്ലി IAC ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ IACക്ക് വരാം ഞാൻ നെറ്റ് ഇൻകം ഇവിടെ 4,30,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ? 4,30,000 എത്ര ഒരു പെർസെന്റേജ് അല്ലെ? 18% ആണ് ഡിവിഡൻഡ് പേ ഔട്ട് ആക്കി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 4,30,000 18% എടുക്കാം അല്ലെ? 77,400 ആയിരിക്കും ടോട്ടൽ കോമൺ ഡിവിഡൻഡ്. ടോട്ടൽ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4,30,000 18% കിട്ടും. സോ 77,400. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കമ്പനീസ് ഏർണിംഗ്സ് പെർ ഷെയർ ഫോർ 2024. ഏർണിംഗ്സ് പെർ ഷെയർ ആണ് ചോദിച്ചത്. എത്ര ആൻസർ കിട്ടും? ഓപ്ഷൻ അല്ലേ? 0.73. നോക്കാം. ഇവിടെ കമ്പനി ആഡ് 65,000 ഷെയർസ് ഓഫ് കോമൺ സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ്. നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. കമ്പനി ആഡ് 65,000 ഷെയർസ് ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂറിംഗ് 2025 വിത്ത് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 38. മാർക്കറ്റ് പ്രൈസ് നമുക്ക് ആവശ്യമില്ല. ക്യാഷ് ഡിവിഡൻഡ് 66,000 ആണ് കൊടുത്തത്, ഇൻക്ലൂഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ക്യാഷ് ഡിവിഡൻഡ് ടോട്ടൽ കൊടുത്തത് 66,000 ആണ്. അതിലെ ഒരു 7,500 കൊടുത്തത് പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലെ? സോ ഇവിടെ നെറ്റ് ഇൻകം ഉണ്ട്. നമ്മളോട് ഏർണിംഗ്സ് പെർ ഷെയർ ആണ് ചോദിച്ചത്. ഏർണിംഗ്സ് പെർ ഷെയർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ മതി അല്ലെ? ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇൻകത്തിൽ നിന്നും പ്രിഫേർഡ് ഡിവിഡൻഡ് ലെസ് ചെയ്യണം. നെറ്റ് ഇൻകം ഇവിടെ 1,20,000 ആണ്. പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ഡിവിഡൻഡ്, അതായത് പ്രിഫേർഡ് ഡിവിഡൻഡ് ഇവിടെ 7,500 ആണ്. അങ്ങനെയാണെങ്കിൽ 1,20,000 മൈനസ് 7,500 ചെയ്താൽ 1,12,500 ആണ് നമ്മളെ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ? 1,12,500. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ വർഷം 65,000 ആണ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്. ഡിവൈഡ് ബൈ 65,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.73 അല്ലെ? 1.73. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് ഓൺ കോമൺ സ്റ്റോക്ക് ബൈ ഹൈസ്? പേ ഔട്ട് റേഷ്യോ 24% ആണ്. എത്ര? ഓപ്ഷൻ സി. 2,10,000 24%, 50,000 അല്ലെ? നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ IAC ചെയ്യുമ്പോൾ നമുക്ക് 24% ആണ് കിട്ടുക അല്ലെ? IACയിൽ 24% ആണ് ടോട്ടൽ ഡിവിഡൻഡ് ആയി കൊടുത്തത്. സോ 2,10,000 24% ആയിട്ടുള്ള
50,400. Okay. Okay. ഇനി വാട്ട് ഈസ് ഫ്യൂച്ചർ ടെക്നോളജീസ് പേ ഔട്ട് റേഷ്യോ? ഓക്കെ, പേ ഔട്ട് റേഷ്യോ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. എത്ര ആൻസർ? ഓപ്ഷൻ A. എ ആണ് കിട്ടിയത്. ശരിയാണ്. ഇവിടെ പേ ഔട്ട് റേഷ്യോ രണ്ടൊക്കെ അല്ലേ കിട്ടി? അതെ സർ. ഇവിടെ ടെക്നോളജീസ് പേ ഔട്ട് റേഷ്യോ എന്ന് ഉദ്ദേശിച്ചത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ് അല്ലെ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് അല്ലെ, എത്രയാണ് ടോട്ടൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ IAC ചെയ്താൽ മതി അല്ലെ. സോ ഇവിടെ സെയിൽസ് റവന്യൂ, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റിംഗ് തന്നിട്ടുണ്ട് അല്ലെ. നെറ്റിംഗ് തന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ പ്രിഫേർഡ് ഡിവിഡൻഡിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നെറ്റിംഗ് കംപ്ലീറ്റ് എന്തായിരിക്കും? IAC ആയിരിക്കും. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെ, ടോട്ടൽ ഡിവിഡൻഡ് ബൈ IAC അല്ലെ. ഇനി ടോട്ടൽ ഡിവിഡൻഡ് എത്ര കൊടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ റീറ്റെയിൻ ഏർണിംഗ്സിലെ ബാലൻസ് 56,000 ആയിരുന്നു. ഈ വർഷം എന്റെ ആകും റീറ്റെയിൻ ഏർണിംഗ്സിന്റെ ബാലൻസ് കൂടി അല്ലെ, 2,75,000 ആയി അല്ലെ. നമുക്കറിയാം നമ്മളെ ടോട്ടൽ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് അഥവാ പ്രിഫേർഡ് ഡിവിഡൻഡ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളെ നെറ്റിംഗ് ആണ് കംപ്ലീറ്റ്ലി IAC. അതായത് ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് ഇവിടെ നെറ്റിംഗ് ആണ് അടുത്തത് 3,45,000 അല്ലെ. അതിലെ കുറച്ച് എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടാവും. അത് എത്രയാണെന്ന് നമുക്ക് അറിയണം. ബാക്കി എമൗണ്ട് റീറ്റെയിൻ ഏർണിംഗ്സിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഞാൻ എൻഡിങ് റീറ്റെയിൻ ഏർണിംഗ്സിന്റെ ബാലൻസ് 2,75,000 മൈനസ് ഓപ്പണിംഗ് റീറ്റെയിൻ ഏർണിംഗ്സിന്റെ ബാലൻസ് 56,000 എടുത്തപ്പോൾ ഈ വർഷം റീറ്റെയിൻ ഏർണിംഗ്സിലേക്ക് പോയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,75,000 മൈനസ് 56,000 ആണ്. അതായത് 2,19,000 അല്ലെ. ഈ വർഷം അവർ കോമൺ ഷെയർഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ടിൽ നിന്ന് 3,45,000 നിന്നും 2,19,000 പോയത് റീറ്റെയിൻ ഏർണിംഗ്സിലേക്കാണ് അല്ലെ. ഈ 3,45,000 നിന്നും റീറ്റെയിൻ ഏർണിംഗ്സ് ബാലൻസ് ഷീറ്റിലേക്ക് പോയപ്പോഴാണ് 56,000 ഉള്ളത് കൂടി 2,75,000 ആയല്ലേ. സോ നമുക്കറിയാം IACയുടെ 3,45,000ന്റെ 2,19,000 റീറ്റെയിൻ ഏർണിംഗ്സിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി 3,45,000 ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 1,26,000 ആയിരിക്കും ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടാവും അല്ലെ. 1,26,000. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടോട്ടൽ ഡിവിഡൻഡ് ഇതാ ഞാൻ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്, 1,26,000 ആണ്. 1,26,000 ഡിവൈഡ് ബൈ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് 3,45,000. 36.5 അല്ലെ ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, കമ്പ്യൂട്ട് ദി പി റേഷ്യോ. പി റേഷ്യോ കാണാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല. ഓക്കെ, എത്ര ആൻസർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലേ, 21.97. ഓക്കെ, കമ്പ്യൂട്ട് ദ കമ്പനീസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഫോർ 2014 റൗണ്ടിങ് ടു ദ 2 ഡെസിമൽ പ്ലേസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് PE റേഷ്യോ ആണ്, പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ അല്ലെ. ഇനി ഈ ഒരു റിക്വയർമെന്റ് വായിച്ചിട്ട് ഞാൻ മുകളിലേക്ക് പോയാൽ എനിക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രമേ മൈലിലേക്ക് പിക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് വായിച്ചിട്ട് ആവശ്യമില്ലാതും കൂടി വായിച്ചിട്ട് മൈലിലേക്ക് കയറണം. ഇവിടെ സെയിൽസ് ഇതുപോലെ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാർക്കറ്റ് പ്രൈസും ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. കമ്പനി ഹാഡ് 65,000. ഇത് നമ്മൾ ചെയ്ത അതേ റിക്വയർമെന്റ് ആണ് അല്ലേ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് സെയിം അല്ലേ. 65,000 ഷെയർസ് ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് 38 കമ്പനി ക്വസ്റ്റ്യൻ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അപ്പോൾ MPSC ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 38 ആണ്. ഇനി ക്യാഷ് ഡിവിഡൻഡ് ഓഫ് 66,000 were paid ഇൻക്ലൂഡിംഗ് 75,000 പെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സ് അല്ലെ. ക്യാഷ് ഡിവിഡൻഡ് 66,000 കൊടുത്തിട്ടുണ്ട്, അതിലെ 7,500 പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിനാണ്. സോ നെറ്റ് ഇൻകം ഇവിടെ 1,20,000 ആണ്. ഇതാ നെറ്റ് ഇൻകം 1,20,000 ആണ്. നെറ്റ് ഇൻകത്തിൽ നിന്ന് ഞാൻ ലെസ് ചെയ്തു പ്രിഫേർഡ് ഡിവിഡൻഡ് 7,500.
1,20,000 മൈനസ് 7,500 ചെയ്തിട്ടുണ്ടെങ്കിൽ 1,12,500 ആണ് എനിക്ക് ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ടാവും അല്ലെ. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 65,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ബൈ 65,000 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.73 അല്ലെ. 1.73 ആണ് എനിക്ക് ഏണിങ്സ് പെർ ഷെയർ ആയിട്ട് കിട്ടുക. ഈ ഏണിങ്സ് പെർ ഷെയർ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 38 ഡിവൈഡ് ബൈ 1.73 ചെയ്താൽ 21.96 അല്ലെ. റൗണ്ട് ആക്കിയാൽ 21.97. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ചോദിച്ചിട്ടുള്ളത് വീണ്ടും പി റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 9.0 ആണ് അല്ലെ. ഓക്കെ. പി റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതാ പ്രൈസ് ഏർണിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അതുപോലെ തന്നെ ഏർണിംഗ്സ് പെർ ഷെയർ ഇത് രണ്ടും ആവശ്യമുണ്ട്. അറ്റ് ദി ഇയർ ആൻഡ് കമ്പനി റിപ്പോർട്ട് നെറ്റ് ഇൻകം ഓഫ് 5,80,000. നെറ്റിംഗ് എത്രയാണ്? കമ്പനി ഹാഡ് 10,000 ഷെയർസ് ഓഫ് 100 പാർ വാല്യൂ 6% പ്രിഫേർഡ് സ്റ്റോക്ക് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് പ്രിഫേർഡ് ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് 1,20,000 ഷെയർസ് ഓഫ് 10 പാർ വാല്യൂ കോമൺ സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് 5,000 ഷെയർസ് ഓഫ് കോമൺ സ്റ്റോക്ക് ഇൻ ട്രഷറി. ഓക്കെ. ഈ 5,000 എന്താണെന്ന് മനസ്സിലായിരുന്നു? എന്താണത്? തിരിച്ചു വാങ്ങിയത്. തിരിച്ചു വാങ്ങിയല്ലേ. ഓക്കെ. അത് ലാസ്റ്റ് നമ്മൾ പറയാം. അത് ഞാൻ ആൻസർ കംപ്ലീറ്റ് ചെയ്യട്ടെ. There are no dividend payments in arrears. ഡിവിഡൻഡ് കൊടുക്കാനില്ല കഴിഞ്ഞ വർഷത്തൊന്നും. അരിയേഴ്സ് ഇല്ല ഉദ്ദേശിച്ചത്. ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് പെർ കോമൺ ഷെയർസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വാർ 40 lakh. സോ മാർക്കറ്റ് പ്രൈസ് ഡയറക്ട്ലി 40 ആണ് തന്നിട്ടുണ്ട്. ഇനി ഏണിങ്സ് പെർ ഷെയർ മാത്രം നമുക്ക് കണ്ടാൽ മതി. ഏണിങ്സ് പെർ ഷെയർ കാണാൻ വേണ്ടിയിട്ട് EPS കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്. IAC കാണണം. IAC നെറ്റ് ഇൻകം ഇത്രയാണ്. IAC കാണാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇൻകത്തിൽ നിന്നും പ്രിഫേർഡ് ഡിവിഡൻഡ് ലെസ് ചെയ്തു. പ്രിഫേർഡ് ഡിവിഡൻഡ് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തതാണ്. 10,000 ഷെയർസ് ഇൻറ്റു 100 പാർ വാല്യൂ ഇൻറ്റു 6% അല്ലെ. 10,000 ഇൻറ്റു 100 പാർ വാല്യൂ അപ്പൊ 10 lakh ആയി കോമൺ പ്രിഫേർഡ് ക്യാപിറ്റൽ. അതിന്റെ 6% അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. അതായത് 60,000 കൊടുക്കേണ്ടി വരും. അങ്ങനെ 60,000 ഞാൻ കൊടുക്കണം നെറ്റ് ഇൻകം ആയിട്ടുള്ള 5,88,000 നിന്നും. 5,88,000 നിന്നും ഞാൻ 60,000 ലെസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് IAC കിട്ടി. ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് 5,88,000 മൈനസ് 60,000 5,28,000 അല്ലെ. ഇനി 5,28,000 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5,28,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ 1,20,000 അല്ലെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏണിങ്സ് പെർ ഷെയർ ആയിട്ട് കിട്ടുക ഡിവൈഡ് ബൈ 1,20,000 4.4 അല്ലെ. ഇനി ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 40 ഡിവൈഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ 4.4 ആണ്. 40 ഡിവൈഡ് ബൈ 4.4 ഓക്കെ 9.0 ആണ്. ഇതാണ് ആൻസർ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ട്രഷറി സ്റ്റോക്ക് എന്താണെന്ന് മാത്രം ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ 5,000 ഷെയർസ് ഈ 1,20,000 ലെസ് ചെയ്യാൻ? ഞാൻ അത് അങ്ങനെയും ചെയ്തു. രണ്ടെണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും അത് ചെയ്തു. പക്ഷേ അത് ചെയ്യുമ്പോ ആൻസർ 8.71 ആ കിട്ടുന്നത്. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്നതാണ് ആൻസർ. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഓക്കെ പറഞ്ഞുതരാം. ഇവിടെ 1,20,000 ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ ഈ 1,20,000 ഷെയർസ് പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ 5,000 ഓൾറെഡി കോമൺ സ്റ്റോക്ക് ഇൻ ട്രഷറി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവര് ഇഷ്യൂ ചെയ്ത 1,25,000 നിന്നും ഓക്കെ അവർ ടോട്ടൽ 1,25,000 ആയിരുന്നു ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഓൾറെഡി അവർ ലെസ് ചെയ്തിട്ടുണ്ട് എന്ത് ഈ 5,000 ട്രഷറി സ്റ്റോക്ക്. അങ്ങനെ റിമൈനിങ് ആയിട്ട് ഇപ്പം പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് ആണ് 1,20,000. ഈ 1,20,000 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 1,20,000. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാണ്ട് ഓക്കെ കമ്പനി 1,20,000 ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ 1,20,000 ആണ് അവർ ടോട്ടൽ ഇത്രയും കാലം കൊണ്ട് അവർ ടോട്ടൽ ഇഷ്യൂ ചെയ്തത് 1,20,000 മാത്രമാണ്.
ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഈ 5,000 കുറയ്ക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഷെയർസ് പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ 1,20,000 ആയിരിക്കണം എടുക്കേണ്ടത്. എപ്പോഴും ട്രഷറി സ്റ്റോക്ക് എങ്ങനെ വരിക എന്ന് വെച്ചാൽ എത്രയാണോ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ കേസിൽ ഓൾറെഡി ഇവിടെ 5,000 ഉണ്ട് ട്രഷറി സ്റ്റോക്കിൽ. അത് ഇവിടെ ഓൾറെഡി 1,25,000 ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഷെയർസ്. ഇതാണ് ടോട്ടൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1,25,000 ആണ് കമ്പനി ഇതുവരെ ടോട്ടൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പണ്ട് 1,25,000 നമ്പർ ഓഫ് ഷെയർസ് പബ്ലിക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെ 5,000 കമ്പനി തന്നെ തിരിച്ചു വാങ്ങി. ഓക്കെ, ഇപ്പൊ 1,20,000 മാത്രമേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മളെപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ 5,000 നമ്മൾ ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ തന്നിട്ടാണ്. ട്രഷറി സ്റ്റോക്ക് ഉണ്ട്, അത് കമ്പനി പണ്ട് ഇഷ്യൂ ചെയ്തതായിരുന്നു, അത് കമ്പനി തന്നെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നും കൂടി പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. The expected common stock dividend per share for Dawson Corporation for the year. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ എ ആണോ? ഓക്കെ, ഓപ്ഷൻ എ. ഇവിടെ എക്സ്പെക്ടഡ് കോമൺ സ്റ്റോക്ക് ഡിവിഡൻഡ് പെർ ഷെയർ അല്ലെ, ഒരു സ്റ്റോക്കിന് എത്ര ഡിവിഡൻഡ് കിട്ടും? ഏണിങ്സ് അല്ല ചോദിച്ചാൽ എത്ര ഡിവിഡൻഡ് കിട്ടും എന്നാണ് ചോദിച്ചത്. ഇവിടെ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 35 മില്യൺ ഉണ്ട്. സോ EBIT 35 മില്യൺ ആണ്. അതിൽ നിന്ന് ഞാൻ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള 5 ലെസ് ചെയ്തു, അപ്പോൾ 30 മില്യൺ ആയി. ഓക്കെ, ഇനി പ്രിഫേർഡ് സ്റ്റോക്ക് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എനിക്ക് കിട്ടിയത് EBIT ആണ്. ഏതാണ് അവിടെ EBIT മുതൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതുന്നുണ്ട്. EBIT ഇവിടെ 35 മില്യൺ ആണ്. ഞാൻ ലെസ് ചെയ്തു ഇൻട്രസ്റ്റ് 5 മില്യൺ. ഓക്കെ, അപ്പൊ എനിക്ക് EBT കിട്ടി 30 മില്യൺ ആണ്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ടാക്സ് ലെസ് ചെയ്യണം. ടാക്സിന്റെ പെർസെന്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാ എഫക്റ്റീവ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40% അല്ലെ. അങ്ങനെയാണെങ്കിൽ 30 മില്യന്റെ 40% ആയിട്ടുള്ള 12 മില്യൺ ഞാൻ എന്ത് ചെയ്യണം? ടാക്സ് അടിക്കണം. അങ്ങനെയാണെങ്കിൽ 18 മില്യൺ ഉണ്ടാവും എനിക്ക് നെറ്റിംഗ് ആയിട്ട് അല്ലെ. നെറ്റിംഗ് ആയിട്ട് 18 മില്യൺ ഉണ്ട്. നെറ്റിംഗത്തിൽ ഞാൻ ആദ്യം പ്രിഫേർഡ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുത്തു. പ്രിഫേർഡ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 4 മില്യൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ 14 മില്യൺ ആയിരിക്കും അല്ലെ. ഇൻകം അവൈലബിൾ ഫോർ IAC ഇവിടെ 14 മില്യൺ ആണ്. ഇനി ഇതാ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമ്മൾ ചെയ്തു. കോമൺ സ്റ്റോക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെ. കോമൺ സ്റ്റോക്കിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിലെ 30% ആണ് ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇനി കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ 2 മില്യൺ ആണ്. അപ്പം ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, കോമൺ ഷെയർസ് എടുക്കുന്നുണ്ട്. ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 14 മില്യൺ ഡിവൈഡഡ് ബൈ 2 മില്യൺ അല്ലെ. അപ്പം ഏർണിങ്സ് പെർ ഷെയർ 7 അല്ലേ കിട്ടാം. ഏർണിങ്സ് പെർ ഷെയർ 7 പെർ ഷെയർ ആണ്. ഓക്കെ, 14 മില്യൺ ഉണ്ട് ടോട്ടൽ IAC. അത് 2 മില്യൺ അല്ലെ, 14 ലക്ഷം ടോട്ടൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അത് 20 ലക്ഷം ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഷെയറിന് കിട്ടിയ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലെ. സോ ഏർണിങ്സ് പെർ ഷെയർ 7 ആണ്. ഇനി ഞാനിതാ ഓക്കെ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇവിടെ 30% ആണ്. ഓക്കെ, ഈ 30% നമുക്ക് എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ അല്ലെ. ഏർണിങ്സ് പെർ ഷെയർ ഇവിടെ 7 ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ആയിട്ടുള്ള ഏർണിങ്സ് പെർ ഷെയർ 30%. ഓക്കെ, 2.1. സിമ്പിൾ അല്ലേ? ഞാൻ EPS ഒന്നും കണ്ടിരുന്നില്ല സർ. EPS കാണാണ്ട് ഞാനും കണ്ടില്ല. IACയുടെ 14 മില്യൺ കിട്ടുമ്പോ അതിന്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 30% ഡിവൈഡഡ് ബൈ 30% കാണും. 4.2 മില്യൺ കാണും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് രണ്ടാമത്തെ പോലെയാണ് ചെയ്തത്. അതെ, ഞാനും അങ്ങനെ ചെയ്തത്. ഓക്കെ, അതാണ് കുറച്ചും കൂടി ഈസി. അങ്ങനെയാണ് EPS കാൽക്കുലേഷൻ ഒഴിവായി കിട്ടും. ഓക്കെ, ഇത് ചെയ്താൽ മതി. സോ 2.1 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ കമ്പനീസ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല. എത്ര ആയിട്ട്?
ഓപ്ഷൻ എ. എ. ഓക്കെ 9.78 അല്ലേ? നമ്മളോട് ചോദിച്ചത് പി റേഷ്യോ ആണ്. പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. ഇനി ആ ക്വസ്റ്റിലേക്ക് വരാം. കമ്പനിയാണ് 50,000 ഷെയർസ് ഓഫ് കോമൺ സ്റ്റോക്ക്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് 18 ആണ്. ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 18 ആണ് മാർക്കറ്റ് പ്രൈസ്. ക്യാഷ് ഡിവിഡൻഡ് 45,000 കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് 8,000 പെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർസ് അല്ലെ. പ്രിഫേർഡ് ഡിവിഡൻഡ് ആയിട്ട് ഒരു 8,000 കൊടുത്തിട്ടുണ്ട്. കമ്പനി കൊടുത്ത കമ്പനീസ് പി റേഷ്യോ. ഇനി EPS കിട്ടാൻ വേണ്ടിയിട്ട് IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് കൂടെ 15,000 ആണ്. ഇനി IAC കൂടി കിട്ടിയാൽ മതി. IAC കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റ് ഇൻകത്തിൽ നിന്നും പ്രിഫേർഡ് ഡിവിഡൻഡ് ഞാൻ ലെസ് ചെയ്യുന്നു. നെറ്റ് ഇൻകം ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 lakh ആണ്. 1 lakh ഞാൻ 8,000 ആണ് പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 92,000 ആയിരിക്കും ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർസ് അല്ലെ. The earnings per share is equal to 92,000 divided by 50,000 ചെയ്താൽ 90,000 divided by 50,000 ചെയ്താൽ 1.84. ഞാൻ ഏർണിംഗ്സ് പെർ ഷെയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1.84. 18 divided by MRC 9.78. ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 40. എത്ര ആൻസർ കിട്ടി? ഓപ്ഷൻ എ. 31.6. നേരത്തെ ചെയ്ത അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ടൈലർ കമ്പനി ആസ് ഓൺലി കോമൺ സ്റ്റോക്ക് ഇഷ്യൂഡ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ്. അവർക്ക് കോമൺ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ നെറ്റിംഗ് തന്നെ ആണ് IAC അല്ലെ. പ്രിഫേർഡ് ഷെയർഹോൾഡേഴ്സിനൊന്നും ഇല്ല, അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് ദ പേ ഔട്ട് റേഷ്യോ ഫോർ ടൈലർ കമ്പനി ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഫിസിക്കൽ അല്ലേ. സോ കോമൺ ഷെയർ ഹോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ നെറ്റ് ഇൻകം കംപ്ലീറ്റ് IAC ആയിട്ട് എടുക്കാം അല്ലെ. ഇത് മൊത്തം കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. ഇതിൽ എത്ര പെർസെന്റേജ് ആണ് അവർ ഡിവിഡൻഡ് കൊടുത്തതെന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലെ. റീറ്റേൺ ഏർണിങ്സ് ബാക്കി പോയിട്ടുണ്ടാവും. ഇനി ഈ വർഷത്തെ ബിഗിനിങ് ബാലൻസ് ഓഫ് റീറ്റേൺ ഏർണിങ്സും ഉണ്ട്, ഈ വർഷത്തെ എൻഡിങ് ബാലൻസ് ഓഫ് റീറ്റേൺ ഏർണിങ്സും ഉണ്ട്. ഈ 85,000ന്റെയും 3,45,000ന്റെയും ഡിഫറൻസ് ആയിട്ടുള്ള 3,45,000 മൈനസ് 85,000 ചെയ്താൽ നമുക്ക് 2,60,000 കിട്ടൂല. ഈ വർഷം റീറ്റേൺ ഏർണിങ്സിലേക്ക് വന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിലെ റീറ്റേൺ ഏർണിങ്സിലേക്ക് പോയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,60,000 ആണ് അല്ലെ. അത് ഏതായി പോയിട്ടുണ്ടാവാം, ഈ നെറ്റിംഗത്തിൽ നിന്നായിരിക്കും പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ 3,80,000 നിന്നും 2,60,000 റീറ്റേൺ ഏർണിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 1,20,000 ആയിരിക്കും ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ടോട്ടൽ ഡിവിഡൻഡ് എത്രയാണോ ഡിവൈഡഡ് ബൈ IAC ചെയ്താൽ മതി. ടോട്ടൽ ഡിവിഡൻഡ് ഇവിടെ 1,20,000 ആണ്. ഡിവൈഡഡ് ബൈ 3,80,000. 120 divided by 380. 31.5. 31.57 or 31.6. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി 135 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ, അതെന്തുകൊണ്ടറിയാം? നിങ്ങൾ ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്റ്റോക്ക് ഡിവിഡൻഡ്. ഓക്കെ, ട്രഷറി സ്റ്റോക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇത് ആക്ച്വലി നമ്മൾ ആ ടോപ്പിക് ആയിട്ട് പഠിച്ചില്ല, ഇന്ന് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കിയായിരുന്നോ? നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചോദിക്കുക വെറുതെ. നോക്കിയില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതാ. ഡൈല്യൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ആണെന്ന് തോന്നി. എങ്ങനെ ഡൈലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ? ഡൈല്യൂട്ടഡ് അല്ലല്ല, അവിടേക്ക് എത്തണ്ട. നമ്മള് ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്താണ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്താ നമ്പർ ഓഫ് ഷെയർസ്, ഇക്വിറ്റിക്ക് എന്താ സംഭവിക്കുക, അത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് നോക്കണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാലും നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ? നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചോദിച്ചതാ, കുഴപ്പമില്ല. ആൻസർ C ആണ്, നമുക്ക് നോക്കാം. അതും കൂടി പഠിച്ചിട്ടില്ലേക്ക്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 136. എന്താ ചോദിച്ചത്? ഡിവിഡൻഡ് ഈൽഡ് അല്ലെ. ഡിവിഡൻഡ് ഈൽഡ് ഇൻ ഇയർ 2 ആണ് അതിന് ചോദിച്ചത്. മുന്നേ അതിന്റെ മേലെ 138 ഉണ്ടായിരുന്നു. അതിന്റെ മേലെ 135യുടെ മേലെ 138. ഓക്കെ, 130. പി റേഷ്യോ. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MPS ഡിവൈഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ അല്ലേ. മാർക്കറ്റ് പ്രൈസും ഏർണിംഗ്സ് പെർ ഷെയർ, കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, സ്റ്റേറ്റഡ് വാല്യൂ പെർ ഷെയർ,
മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 45 ആണ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. പിന്നെ ഡിവിഡൻഡ് കൊടുത്തത് ഓക്കെ, ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ഉണ്ട്, ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ ഉണ്ട് അല്ലെ. ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ നോർമലി പി റേഷ്യോ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അതായത് 11.25. ഇതല്ലേ നിങ്ങളടുത്ത് 11.25 അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ 4 അല്ലേ കിട്ടാ, 4 ആണ് കിട്ടുക. 138 കഴിഞ്ഞിട്ട് ഏതായിരുന്നു, 136 അല്ലേ. ഡിവിഡൻഡ് ഈൽഡിന് എന്ത് സംഭവിച്ചെന്നാണ് ചോദിച്ചത് അല്ലെ. ഡിവിഡൻഡ് ഈൽഡ് ഇതോ, ഡിവിഡൻഡ് ഈൽഡ് കാണാൻ വേണ്ടിയിട്ട് എത്ര ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അല്ലെ. ഈ ഈൽഡ് എന്ന് കണ്ട അപ്പോൾ തന്നെ മാർക്കറ്റ് പ്രൈസ് അവിടെ വന്നിരിക്കും. ഓക്കെ, ഏർണിംഗ്സ് ഈൽഡ്, ഡിവിഡൻഡ് ഈൽഡ്. ഓക്കെ, ഇയർ 1-ൽ നിന്നും ഇയർ 2-ലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചതെന്നാണ് ചോദിച്ചത്. ഇയർ 1-ലെ ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ, ഇയർ 1-ലെ മാർക്കറ്റ് പ്രൈസ് 50 ആണ്, ഡിവിഡൻഡ് പെർ ഷെയർ 1 ആണ് അല്ലെ. അപ്പോൾ 1/50, 1/50 എന്ന് പറഞ്ഞാൽ 2% അല്ലെ. ടോട്ടൽ മാർക്കറ്റ് പ്രൈസിന്റെ 2% ഇയർ 1-ൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഡിവിഡൻഡ് കൊടുത്ത എമൗണ്ട് സെയിം തന്നെ ഇയർ 2-ൽ അല്ലെ. പക്ഷെ ഇയർ 2-ലേക്ക് വരുമ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ 1 തന്നെയാണ്, പക്ഷെ മാർക്കറ്റ് പ്രൈസ് കൂടി, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കൂടി അല്ലെ. ഓക്കെ, അപ്പൊ 50-ൽ 60 ആയി. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മതി, ഈ ന്യൂമറേറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോന്റെ വാല്യൂ കുറയും അല്ലെ. ഈ 50 എന്നുള്ള 60 ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും റേഷ്യോന്റെ വാല്യൂ കുറയും. എക്സാക്ട് പറയുകയാണെങ്കിൽ 1/60 ചെയ്താൽ 0.016 ആണ്. ഇൻറ്റു 100 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.6% അല്ലെ. 2% ഈൽഡ് ചെയ്തെടുത്തിൽ നിന്നും 1.6-ലേക്ക് പോയി. ഡിവിഡൻഡ് കൊടുത്ത സെയിം തന്നെയാണ്, പക്ഷെ മാർക്കറ്റ് പ്രൈസ് കൂടി സ്ഥിതിക്ക് അല്ലെ ആസ് ഡിക്ലൈൻഡ് കമ്പയർഡ് ടു ഇയർ 1. ഓപ്ഷൻ എ അല്ലേ, ഓപ്ഷൻ എ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 137 എന്താ ചോദിച്ചത്, പി റേഷ്യോ ആണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് വരുന്ന പി റേഷ്യോ അല്ലെ. പി റേഷ്യോ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് നല്ല ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യും. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഏർണിംഗ്സ് പെർ ഷെയർ. The following information is provided: number of shares, par value, dividend, market price share ഇവിടെ ഉണ്ട്, ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ഉണ്ട്, ഡയലൂട്ടഡ് ഉണ്ട് അല്ലെ. ഡയലൂട്ടഡ് നമുക്ക് ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടി വരും. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇവിടെ 108 ആണ്. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ അഥവാ EPS 36 ആണ്. 108 ഡിവൈഡഡ് ബൈ 36.3, ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ. ഇനി 132 അല്ലേ. ഓക്കെ, എന്താ ചോദിച്ചത്, yield on common stock. കോമൺ സ്റ്റോക്കിന് മുകളിൽ കിട്ടിയ yield എത്ര? ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓപ്ഷൻ ബി. ബിയോ? ബി. ബി, ബി ആണ് കറക്റ്റ്. ഇവിടെ കോമൺ സ്റ്റോക്കിന്റെ മുകളിൽ എത്ര yield വന്നതാണ് ചോദിച്ചത്. ഇവിടെ ഏർണിംഗ്സ് yield ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, മൂസിനെ ഡിവിഡൻഡ് ആക്കിയിട്ട് എടുത്തോ. ആ, കോമൺ സ്റ്റോക്കിന്റെ മുകളിൽ എത്ര? 7 lakh ആണ് എടുത്തത്. ഓക്കെ ഓക്കെ, കോമൺ സ്റ്റോക്കിന്റെ മുകളിൽ എത്ര ഏർണിംഗ്സ് വന്നിട്ടുണ്ടാകുന്നോട് ഉദ്ദേശിച്ചു. ഓക്കെ, yield എന്ന് പറഞ്ഞാൽ എപ്പോഴും റിട്ടേൺ ആയിരിക്കും അല്ലെ. yield എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റിട്ടേൺ ബേസിലായിരിക്കും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏർണിംഗ്സ് yield ആണ്. ഏർണിംഗ്സ് yield റേഷ്യോ, ഏർണിംഗ്സ് yield റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അതിന് എത്ര പെർസെന്റേജ് നമുക്ക് റിട്ടേൺ ആയിട്ടും ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞത് 3 ആണ്, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 18 ആണ്. അങ്ങനെയാണെങ്കിൽ 16.66% ആയിട്ട് നമ്മളെ ഏർണിംഗ്സ് yield റേഷ്യോ. ഓക്കെ ഓക്കെ. ഇനി 130 ഈ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടര ലക്ഷം ഷെയർസ്, 10 പാർ വാല്യൂ, ക്യാഷ് ഡിവിഡൻഡ്, ഏർണിംഗ്സ് പെർ ഷെയർ 4.8, മാർക്കറ്റ് പ്രൈസ് 34 അല്ലെ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഏർണിംഗ്സ് പ്രൈസ് പെർ ഷെയർ 34 ഡിവൈഡഡ് ബൈ 4.8 ചെയ്താൽ മതി. 34 ഡിവൈഡഡ് ബൈ 4.8 ചെയ്തിട്ടുണ്ടെങ്കിൽ 7.0 അല്ലേ. ഓപ്ഷൻ ആയിട്ട്
ഓക്കെ, ഇനി 131 എത്രയായിട്ട് പി റേഷ്യോ ഞാൻ വീണ്ടും ചോദിച്ചു. Option E. ഓപ്ഷൻ A. എ. നോക്കാം. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഏർണിംഗ്സ് പ്രൈസ് പെർ ഷെയർ. ഇതാ കോമൺ സ്റ്റോക്ക് ഓഫ് എ കമ്പനി ആസ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 36 ആണ് മാർക്കറ്റ് പ്രൈസ്. കമ്പനി ആസ് 50 million common shares outstanding, net income 200 million. At the end of the fiscal year, company declared common dividend of $1 per share. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് പി റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ള ഏർണിംഗ്സ് പെർ ഷെയർ ആവശ്യമുണ്ട്. ഓക്കെ, പ്രിഫേർഡ് ഡിവിഡൻഡ് ഒന്നും കൊടുത്തിട്ടില്ല. സോ നെറ്റ് ഇൻകം കംപ്ലീറ്റ്ലി IAC ആയി. ഓക്കെ, 200 million ഡിവൈഡഡ് ബൈ 50 million. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് കിട്ടാൻ പോകുന്ന ഏർണിംഗ്സ് 4 ആയിരിക്കും അല്ലെ. ആ 4 ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി റേഷ്യോ 9 ആണ് അല്ലെ, ഓപ്ഷൻ എ. എന്താണ് ചോദിച്ചത്? ദ കമ്പനി ആസ് എ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ, EPS ആണ് ചോദിച്ചത്. എത്ര ആൻസർ കിട്ടി? Option D. ഓപ്ഷൻ 4. 4. ഡി ആണോ? D. 4. 4 നോക്കാം. ഇവിടെ എന്താ തന്നുള്ളത് വെച്ചാല് കോമൺ ഷെയർസിനെ കുറിച്ച് തന്നിട്ടുണ്ട്, പ്രിഫേർഡ് ഷെയർസിനെ കുറിച്ച് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ്, ഡിവിഡൻഡ് കൊടുത്തത് 1,50,000, ഇയർ എന്തെങ്കിലും മാർക്കറ്റ് പ്രൈസ്, ബുക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഫോർ ദ ഇയർ ജസ്റ്റ് എൻഡഡ് കമ്പനി ആസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ ആണല്ലേ. ഓക്കെ, നെറ്റിംഗ് ഇവിടെ. ദ കമ്പനി ആസ് എ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ അല്ലെ, ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. IAC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് ഇൻകത്തിൽ നിന്നും പ്രിഫേർഡ് ഡിവിഡൻഡ് ലെസ് ചെയ്തു. നെറ്റ് ഇൻകം ഇവിടെ 2,50,000 ആണ്. 2,50,000 നെറ്റ് ഇൻകത്തിൽ നിന്നും ഞാൻ പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തിട്ടുള്ള ഡിവിഡൻഡ് 50,000 ലെസ് ചെയ്യുന്നു. 50,000 ഞാൻ പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർസ് 2 lakh ആയിരിക്കും അല്ലെ. 2 lakh ആയിരിക്കും IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. കോമൺ ഷെയർസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ 50,000 ആണ്. നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ആയിരിക്കും നമ്മുടെ EPS. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും അല്ലേ? ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ EPS-ഉം ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ആണോ? ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, ഇപ്പൊ 4 കിട്ടിയില്ലേ, അതെനിക്കും 4 കിട്ടിയ. പക്ഷെ അതിലൊരു ഡൗട്ട് എന്താ വെച്ചാൽ നമ്മൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് തിരിച്ച് ആഡ് ചെയ്യണ്ടേ? എന്തിനാ ആഡ് ചെയ്യണം? അത് ക്യാഷ് ഫ്ലോ മാത്രം. ഇത് പ്രോഫിറ്റ് അല്ലേ. അത് പക്ക ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ സെക്ഷന്റെ ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോ പെർസ്പെക്റ്റീവിലാണ്. ഇവിടെ നമ്മൾ മൊത്തം പ്രോഫിറ്റ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ക്യാഷ് ഫ്ലോ അല്ലല്ലോ. അപ്പൊ ആവശ്യമില്ല. എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം അങ്ങനെ ചെയ്തേ. ഞാൻ ഉദ്ദേശിച്ച ഡൗട്ട് എന്ന് വെച്ചാൽ ഏർണിംഗ്സ് പെർ ഷെയർ, ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ, ഓക്കെ, രണ്ടും ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇവിടെ ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത് സെക്ഷൻ ഇയിൽ മാത്രം ക്യാഷ് ഫ്ലോയുടെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് കംപ്ലീറ്റ്ലി. നമ്മൾ പ്രോഫിറ്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യനിൽ? ബാക്കിയുള്ള ക്ലിയർ അല്ല? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി ടോപ്പിക്കിൽ കിടക്കാം. നിങ്ങൾ എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോ? ബുക്ക് വാല്യൂ പെർ ഷെയറിന്റെ ഉണ്ടായിരുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ ഷെഡ്യൂൾ ഞാൻ നാളെ അയക്കട്ടോ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ. ഓക്കെ, പി റേഷ്യോ വൺ ഡേ പഠിച്ചു, ഏർണിംഗ്സ് yield പഠിച്ചു, ഡിവിഡൻഡ് yield പഠിച്ചു, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ പഠിച്ചു, ഷെയർ ഹോൾഡർ റിട്ടേൺ പഠിച്ചു അല്ലേ. ഇന്നലെ ബുക്ക് വാല്യൂ പെർ ഷെയറിലാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ, ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ, അതുപോലെ തന്നെ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ. സോ ഇന്നലെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ബുക്ക് വാല്യൂ പെർ ഷെയർ അല്ലെ. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഷെയറിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഡീറ്റെയിൽസ് പ്രകാരം അല്ലെ എത്ര വാല്യൂ ഉണ്ട് ഒരു ഷെയറിന്, അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഇക്വിറ്റി, അത് ചെയ്താൽ ടോട്ടൽ കോമൺ ഇക്വിറ്റി കിട്ടും. ഇതിന് തമ്മിൽ ഡിഫറൻസ് ആണ് ടോട്ടൽ കോമൺ ഇക്വിറ്റി. ടോട്ടൽ എത്ര കോമൺ ഇക്വിറ്റി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുണ്ട്, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ക്ലോസിംഗ് സമയത്ത്. ഓക്കെ, ആ ബാലൻസ് ഷീറ്റിലെ ഡേറ്റ് എന്നാണോ ആ ഡേറ്റിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്, അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ ബുക്ക് വാല്യൂ ബാലൻസ് ഷീറ്റിലെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത റേഷ്യോ പഠിക്കുന്നത്. സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിലെ പ്രകാരം പ്രിഫറൻസ് ഷെയർസ് 1 lakh, കോമൺ സ്റ്റോക്ക് ഉണ്ട്, അഡീഷണൽ പെയ്ഡിംഗ് ക്യാപിറ്റൽ, റിട്ടേൺ ഏർണിംഗ്സ്, ടോട്ടൽ 4,50,000 ഷെയർ ഹോൾഡർ ഇക്വിറ്റി ഉണ്ട്. അതിൽ 1 lakh പ്രിഫറൻസ് ഇക്വിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ 3,50,000 ആയിരിക്കും കോമൺ ഇക്വിറ്റി, ഡിവൈഡഡ് ബൈ 10,000 ഷെയർസ് ഉണ്ട്. അപ്പം ഒരു ഷെയറിന്റെ ബുക്ക് വാല്യൂ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ വാല്യൂ 35 ആണ്. ഓക്കെ, ഇൻ കേസ് ഇന്നെങ്ങാനും കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ, ഓക്കെ, അതൊരു ഇമാജിനറി സിറ്റുവേഷൻ പോലെയാണ്, അങ്ങനെ ചെയ്യുന്നല്ല. ഇൻ കേസ് കമ്പനി ഇന്ന് ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷെയറിന് കിട്ടാൻ പോണ വാല്യൂ, ഓക്കെ, ആ രീതിയിൽ നമുക്ക് പറയാം 35 പെർ ഷെയർ കിട്ടും. സോ ബുക്ക് വാല്യൂ പെർ ഷെയർ നമ്മൾ നോക്കി. ഇനി മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ, ഇത് പഠിച്ച സ്ഥിതിക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ്. മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ ഹെഡിങ് ഏതാ? മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ. നോട്ട്സ് ചെയ്താ ദി മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ the market to book ratio compares a company's market value with market value ന്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ട് what investors are willing to pay. Market value with its book value. ബുക്ക് വാല്യൂന്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ട് നെറ്റ് വാല്യൂ ഓൺ ദി ബാലൻസ് ഷീറ്റ്. Market to book ratio compares a company's market value, അതായത് what investors are willing to pay with its book value. Market to book ratio market to book ratio is also called price to book ratio. Price to book ratio. It shows how much the market trusts, and values
values the company beyond its accounting value. ഇനി ഞാൻ ഇക്വേഷൻ എഴുതാം. മാർക്കറ്റഡ് ബുക്ക് റേഷ്യോ മാർക്കറ്റഡ് ബുക്ക് റേഷ്യോ കാണാൻ വേണ്ടി കറന്റ് സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ, നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റില്ല എന്തായിരിക്കും ഡിനോമിനേറ്റർ എന്തായിരിക്കും? Closing number of shares. അല്ലല്ല, അതായത് മാർക്കറ്റ് ടു ബുക്ക് റേഷ്യോ. Value. ബുക്ക് വാല്യൂ, ബുക്ക് വാല്യൂ പെർ ഷെയർ. ഇതേതോ? Okay, simple ആണ്. Market to book ratio in the sense the market to book ratio compares the company's market value. കമ്പനിയുടെ സ്റ്റോക്കിന്റെ മാർക്കറ്റ് വാല്യൂ അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ബുക്ക് വാല്യൂ, അത് നമ്മളൊരു കണക്ഷൻ അല്ലെങ്കിൽ അത് നമ്മളൊരു കമ്പാരിസൺ ആണ് മാർക്കറ്റ് ബുക്ക് റേഷ്യോ. വാട്ട് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ നെറ്റ് വാല്യൂ ഓൺ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അതിന് എത്ര ടൈംസ് കൊടുത്തിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് വാങ്ങുന്നത്. അതിന്റെ സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ ഉദ്ദേശിച്ച മാർക്കറ്റ് പ്രൈസ് ആണ്. The market to book ratio is also called price to book ratio. ആ പേരിലും ഈ റേഷ്യോ അറിയപ്പെടാം. It shows how much the market trusts and values the company beyond its accounting value. Okay, accounting value എന്ന് ഉദ്ദേശിച്ചത് ആ സ്റ്റോക്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ വാല്യൂ ആണ്. ഓക്കെ, ഈ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ എപ്പോഴും സെയിം ആണെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ബുക്ക് വാല്യൂക്കാളും എത്രയോ കൂടുതൽ കൊടുത്തിട്ടായിരിക്കും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ കൂടുതൽ കസ്റ്റമേഴ്സ് കൊടുക്കാൻ റെഡി ആവുമെന്ന് പറഞ്ഞാൽ അവർ ആ മാർക്കറ്റ് ആ കമ്പനീനെ ട്രസ്റ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം. ഓക്കെ, ആ കമ്പനിയുടെ സ്റ്റോക്കിൽ വിശ്വാസം ഉണ്ടെന്നും അതിന് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അതുകൊണ്ടാണ് ബുക്ക് വാല്യൂവിനെക്കാളും കൂടുതൽ കൊടുത്ത് അവർ വാങ്ങാൻ തയ്യാറാണ്. ഓക്കെ, ഇനിയിപ്പോ കുറയാന്ന് പറഞ്ഞാൽ അവർക്ക് അതിനൊരു വാല്യൂ കാണാത്തതുകൊണ്ടും അല്ലെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടും ഒരു ഡള്ളായി നിൽക്കൊണ്ടായിരിക്കാം ബുക്ക് വാല്യൂവിനെക്കാളും കുറഞ്ഞിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് സ്റ്റോക്കിന് വരാൻ കാരണം. കുറയാം, കൂടാം, ഈക്വൽ ആവാം, പലതിനും ചാൻസ് ഉണ്ട്. Okay, it shows how much the market trust and values the company beyond its account value. അക്കൗണ്ടിങ് വാല്യൂ എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ബുക്ക് വാല്യൂ ആണ്. സോ ബുക്ക് വാല്യൂക്കാട്ടി കൂടുതൽ കൊടുത്തിട്ടാണ് അവർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിയോടുള്ള ട്രസ്റ്റും അല്ലെ ആ കമ്പനിയിലുള്ള വിശ്വാസവും അതിൽ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഒക്കെ മനസ്സിൽ കണ്ടിട്ടാണ് അവർ എന്ത് ചെയ്യണത്, ബുക്ക് വാല്യൂക്കാട്ടി കൂടുതൽ മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ട് അവർ എന്ത് ചെയ്യണത്, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം. ഓക്കെ, ഇത്രയുള്ള സംഭവം. നമ്മൾ ബുക്ക് വാല്യൂ പെർ ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ കോമൺ ഇക്വിറ്റി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് ആ ബാലൻസ് ഷീറ്റിൽ ഏത് ദിവസത്തെ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, ആ ഡേറ്റിലെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് കോമൺ ഷെയർസിനുള്ളത്, അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. ബുക്ക് വാല്യൂ പെർ ഷെയറിന്റെ എത്ര ടൈംസ് ആണ് കറന്റ് സ്റ്റോക്ക് പ്രൈസ്, അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസ്, അതാണ് മാർക്കറ്റ് ബുക്ക് റേഷ്യോ. മനസ്സിലായിട്ടില്ലേ? വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ഈ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ടോട്ടൽ ഇക്വിറ്റി തരും, അതിൽ കോമൺ ഇക്വിറ്റി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ബുക്ക് വാല്യൂ പെർ ഷെയർ ആദ്യം കാണേണ്ടി വരും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ബുക്ക് റേഷ്യോ കാണാനുള്ള ക്വസ്റ്റ്യൻസ് നോർമലി ഉണ്ടാവാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരണം. ഓക്കെ, സിമ്പിൾ അല്ലേ മാർക്കറ്റ് ബുക്ക് റേഷ്യോ? ഓക്കെ, ബുക്ക് വാല്യൂ പെർ ഷെയർ പഠിച്ച സ്ഥിതിക്ക് സിമ്പിൾ ആയിരിക്കും. സോ ഇനി ഇതാ നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഭയങ്കര ഹൈപ്പ് തരുന്നുണ്ടോ? അത്രക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചതിന് കമ്പാരിറ്റീവ്ലി കുറച്ച്
ലെങ്തിയർ ആണെന്നുണ്ട്. ഇതിനും വലുതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ. സോ ബുക്ക് വാല്യൂ പെർ ഷെയർ, മാർക്കറ്റ് ബുക്ക് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഏർണിംഗ്സ് ഈൽഡ്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഷെയർ ഹോൾഡേഴ്സ് കിട്ടും അല്ലെ. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറും ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയറും. ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ നിങ്ങൾക്ക് തീരെ പരിചയമില്ല. പക്ഷെ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ നമ്മളിപ്പോ കുറെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ അല്ലെ. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ, അതായത് ബേസിക്കലി ഒരു ഏർണിംഗ്സിന് എത്ര ഷെയർ, ഒരു ഷെയറിന് എത്ര ഏർണിംഗ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മൾ IAC ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്തപ്പോഴാണ് ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടി. ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത നമ്പർ ഓഫ് ഷെയർസ് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 10,000 20,000 എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനൊന്ന് മാറ്റി റെഡിയാക്കാൻ പോകണം അല്ലെ. കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് നമ്മൾ ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതിൽ നിന്നും ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ പോകണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഡയലൂട്ടഡ് ഏർണിംഗ്സിലേക്ക് പോകണം. സോ ഹെഡിങ് ഏതാ? ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ നമ്മൾ കുറെ ക്വസ്റ്റ്യനിൽ ചെയ്താണ്, അതിനൊന്ന് റിഫൈൻഡ് ആയിട്ട് പഠിക്കാൻ പോകണം. BEPS. ഓക്കെ, അത് നമുക്ക് നോട്ട്സ് ചെയ്താം. 1-2 പോയിന്റ് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കടന്നിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് പോയിന്റ് ഇതാ. ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ ടെൽസ് ഹൗ മച്ച് പ്രോഫിറ്റ് each equity share basic earnings per share tells how much profit each equity share earned during the year. Basic earnings per share tells how much profit each equity share earned during the year അല്ലെ. നമ്മൾ നോർമലി പഠിച്ചിട്ടുണ്ട് IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. ടോട്ടൽ കോമൺ ഷെയർസിന് എത്ര ഉണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോമൺ ഷെയർസ്, ഒരു ഷെയറിന് 8 ഏർണിംഗ്സ് അല്ലെ. അതാണ് നമ്മൾ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ. നമ്മൾ EPS എന്ന് പറഞ്ഞിട്ട് പേര് പഠിച്ച് അത് EPS-ഉം ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറും സെയിം ആണ്, അത് ഡിഫറെന്റ് ആണ് ചില സിറ്റുവേഷൻസിൽ. ഓക്കെ, ഇനി ഞാൻ ഡയറക്ട്ലി എങ്ങനെയാണ് ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ചെയ്താൽ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തിലേക്ക്. ഓക്കെ, സോ ഈ ബേസിക് നിങ്ങൾ ഇക്വേഷൻ ചെയ്താൽ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ അഥവാ നമ്മളെ BEPS കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതന്നെയാണ്. ന്യൂമറേറ്റർ നമുക്ക് അറിയാനാണ് ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്, income available for common shareholders, income available for common shareholders divided by weighted average number of divided by weighted average number of common shares outstanding.
ഞാൻ ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആ ഷോർട്ട് ഫോം കൂടി എഴുതുന്നു ബ്രാക്കറ്റിൽ. IAC divided by weighted average number of common shares outstanding. നമ്മൾ ഇത്തിരി നേരം നമ്പർ ഓഫ് കോമൺ ഷെയർസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയി. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷോർട്ട് ആയിട്ട് ഞാൻ വാങ്സോ എന്ന് വിളിച്ചു. ഓക്കെ, എഴുതിയിരുന്നില്ലേ? ഓക്കെ, ഇനി എന്താണ് ഈ വാങ്സോ, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്യാം. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് വാങ്സോ ചെയ്യും. ഈ ഫുൾ ഫോം weighted average of common shares outstanding. Next value, it is the number of shares. It is the number of shares. മുബശ്ശിർ ടെക്സ്റ്റ് വായിച്ചായിരുന്നോ? അതിലുള്ളതാണോ? അല്ല, ഡൈലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ ആദ്യം അറിയായിരുന്നു ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ്? ഇല്ല, സെർച്ച് ചെയ്തു, ജസ്റ്റ് സെർച്ച് ചെയ്തു. ആ, ഓക്കെ. PGക്ക് ഉണ്ടായിരുന്നോ ഡൈലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ? ഇല്ല, ഇതൊന്നും ഇല്ല. ഓക്കെ, it is the number of shares outstanding. It is the number of shares outstanding used to calculate earnings per share, where we calculate the weighted average number of shares, then where we calculate the weighted average number of common shares, outstanding throughout the period with the help of items that change number of shares. Weighted average common shares outstanding on full form, it is the number of shares outstanding used to calculate earnings per share, where we calculate the weighted average number of shares outstanding throughout the period with the help of items that change number of shares. വേറെ രീതിയിൽ സെയിം പോയിന്റ് തന്നെ വേറെ ഡിഫറെന്റ് ആയിട്ട് രീതിയിൽ ഇതാണെങ്കിൽ it is the average number of it is the average number of common shares. It is the average number of common shares. It is the average number of common shares that were outstanding each day during the period. നിങ്ങൾ എഴുതുക, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രീഫ് ഒരു ഇൻട്രഡക്ഷൻ തരാം എന്താണ് വാങ്സോ. It is the number of shares outstanding used to calculate EPS, where we calculate the weighted average number of shares outstanding throughout the period
with the help of items that change the number of shares. It is the average number of common shares that were outstanding each day during the period. എഴുതിയായിരുന്നില്ലേ? ഓക്കെ, ഇനി എന്താ അത് സംഭവം എന്ന് ഞാൻ ബേസിക് ആയിട്ട് പറയാം. ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തത് അല്ലെ IAC ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, അത് ശരിക്കും വാങ്സ് വൺ ആണ്. നമ്മൾ ആ പേര് പറഞ്ഞിട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആ ശരിക്കും ആ പേര് വിളിച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, ചില സമയത്ത് ഇപ്പൊ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ വെയിറ്റഡ് ആവറേജ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല അല്ലെ. നമ്മളോട് നെറ്റ് ഇൻകം തന്നിട്ടുണ്ട്, പ്രിഫേർഡ് ഡിവിഡൻഡ് തന്നിട്ടുണ്ട് അല്ലെ, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡയറക്ട്ലി നമ്മളിപ്പോ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ. The company had 65,000 shares of common stock outstanding during 2024 പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ബാങ്ക്സോ തന്നെയാണ്. അത് അവരങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ബാങ്ക്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി ഇവിടെ 60,000 തന്നോണ്ട് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് അവിടെ 65,000 യൂസ് ചെയ്തു. ഇനി അത് എസ്പെഷ്യലി യൂസ് ചെയ്യേണ്ട, സ്പെസിഫിക്കലി അത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. ഓക്കെ, നിങ്ങൾക്ക് ആ രീതിയിൽ വെയിറ്റഡ് ആവറേജ് ഡയറക്ട്ലി തരാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് ഓക്കെ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. അവിടെ കാൽക്കുലേഷൻ ഒക്കെ നിൽക്കട്ടെ, എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് അല്ലെ. ഫോർ എക്സാമ്പിൾ 2024 ഈ ഒരു വർഷം 2024 ഞാൻ എത്ര പ്രോഫിറ്റ് ആണ് കോമൺ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇതല്ലേ നമ്മൾ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. നമ്മൾ ആ ഒരു പ്രോഫിറ്റ് അല്ലെ 2024 ജനുവരി മുതൽ 2024 ജനുവരി മുതൽ അല്ലെ 2024 ഡിസംബർ അല്ലെ അല്ലെ ആ 12 മാസം കൊണ്ട് നമ്മൾ ഏൺ ചെയ്ത അല്ലെ പ്രോഫിറ്റ് അല്ലേ ഈ IAC എന്ന് പറയുന്നത് അല്ലെ. അത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെ. ഇനി നമ്മൾ ആ പോയിന്റ്സിലേക്ക് കടന്നിട്ടില്ല, സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഞാൻ പറഞ്ഞ ഉദ്ദേശം വെച്ചാൽ 2024 ജനുവരി 1 ഓക്കെ ഓർക്ക് അവർ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, മേ ബി ഒരു 2000. ഓക്കെ, 2024 ഡിസംബർ ആകുമ്പോൾ ഈ സെയിം നമ്പർ ഓഫ് ഷെയർസ് തന്നെ ആവണം നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. കാരണം സെയിം ആവാം, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് സെയിം ആവാം. ഓക്കെ, ഈ 2000 തന്നെ ആയിരിക്കും ഈ ഡിസംബർ 2000. വേറൊരു കാര്യപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, കോർപ്പറേറ്റ് ആക്ഷൻസ് എന്നാണെങ്കിൽ പറയാം, കോർപ്പറേറ്റ് ആക്ഷൻസ്. ഓക്കെ, ആ പേര് പഠിക്കണമെന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2024 ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 2000 ആയിരിക്കാം. ഓക്കെ, ഇനി കുറച്ചധികം ഫണ്ട് റേസ് ചെയ്യേണ്ടി വന്നാൽ കുറച്ചധികം ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല കമ്പനിക്ക്. ഫോർ എക്സാമ്പിൾ 2024 ഒരു ജൂൺ ആയപ്പോൾ ഓക്കെ കമ്പനി ഒരു എക്സ്ട്രാ ഒരു 1000 ഷെയർസും കൂടി എന്ത് ചെയ്തു, എക്സ്ട്രാ ഒരു 1000 ഷെയർസും കൂടി ഇഷ്യൂ ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പം ഈ 2024 ജനുവരിന്റെ സെയിം നമ്പർ ഓഫ് ഷെയർസ് ആണോ 2024 ഡിസംബറിൽ ഉള്ളത്? അല്ല, ഒരു 1000 കൂടി എക്സ്ട്രാ വന്നില്ലേ അല്ലെ. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? 3000 ആയില്ലേ അല്ലെ. ഇനി നമ്മള് ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇയർ ക്ലോസിംഗ് സമയത്ത് ഈ 3000 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ 3000 എടുത്ത പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓക്കെ ഈ നമ്മൾ 2024 പകുതി ആവുമ്പോൾ ഇഷ്യൂ ചെയ്ത 1000 സ്റ്റോക്ക് അല്ലെ വെറും 6 മാസത്തേക്കല്ലേ അവർ നിന്നിട്ടുള്ളൂ അല്ലെ. പക്ഷെ ഈ 2000 സ്റ്റോക്കുകൾ ഇവർ ഒരു വർഷം കംപ്ലീറ്റ് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടില്ലേ അല്ലെ. അപ്പൊ നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് 2024 12 മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രോഫിറ്റ് ആയിട്ടുള്ള ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഈ 3000 സ്റ്റോക്കിനാണ് വീതിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏണിങ്സിന് ഒരു ആക്യുറസി ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് 2024 ഡിസംബറിൽ 3000 ഉള്ളൂ. 3000 ഉണ്ട് ആക്ച്വലി. ഈ 3000 ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഇവർക്ക് കൂടുതൽ കിട്ടിയ പോലെ ഇവർക്ക് കുറച്ച് കിട്ടിയ പോലെ ആവില്ലേ അല്ലെ. ഇവര് ഒരു വർഷം ഹോൾഡ് ചെയ്തിട്ട് കുറച്ചേ കിട്ടുള്ളൂ. ആ സെയിം എമൗണ്ട് തന്നെ ഈ 6 മാസം ഹോൾഡ് ചെയ്തവർക്ക് കിട്ടാൻ പോവാം. ആ ഒരു രീതിയിൽ നമുക്കൊരു റിലയബിലിറ്റി കുറയില്ലേ നമ്മൾ ഏണിങ്സ് പെർ ഷെയറിന് അല്ലെ. സോ നമ്മൾ ഏണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻകം അവൈലബിൾ ബേസിക് ഏണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ന്യൂമറേറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ക്ലോസിംഗ് സമയത്ത് എത്ര സ്റ്റോക്ക് ഉണ്ടെന്നല്ല. ഓക്കെ, ഇത് ഞാനിപ്പം പറഞ്ഞ ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. കാരണം ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഷെയർ അല്ലെ
ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന്റെ നമ്പർ 2000 എന്നുള്ളത് ഇതാ ഈ ജൂൺ ആയപ്പോൾ 3000 ആയി അല്ലെ. പിന്നെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഡിസംബറിൽ 3000 ആണുള്ളത്. ഓക്കെ, ഇതിപ്പോ ഒറ്റ കാര്യം പറഞ്ഞു. ഇതുപോലത്തെ ഒരു മൂന്നാലെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം അല്ലെ. ആ ഒരു വർഷം ത്രൂ ഔട്ട് എന്തൊക്കെ കോർപ്പറേറ്റ് ആക്ഷൻസ് ആണോ നടന്നത്, അതിലെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ ആണ് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യാന്നുള്ളത്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാം പറയാം. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്താൽ എന്തായാലും നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ആവുമല്ലോ അല്ലെ. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വർഷം ത്രൂ ഔട്ട് സംഭവിച്ചിട്ടുണ്ടാവും. സോ സിംപ്ലി പറഞ്ഞാൽ 2024 വർഷം സ്റ്റാർട്ട് ചെയ്തപ്പം എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഉണ്ടായത്, അത് തന്നെ ആയിരിക്കണം എന്നില്ല 2024 എൻഡ് ആയപ്പോൾ. ഓക്കെ, അതിന്റെ ഇടയിൽ പല കാര്യങ്ങളും സംഭവിക്കാം. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇനി കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ് കുറച്ച് തിരിച്ചു വാങ്ങിക്കൂടെ കമ്പനിക്ക് അല്ലെ. ട്രഷറി സ്റ്റോക്ക് വാങ്ങിക്കൂടെ. 2000 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു 500 തിരിച്ചു വാങ്ങിക്കൂടെ. ഇപ്പം കുറയില്ലേ, കൂടാം കുറയാം. ഇനിയിപ്പോ ഈക്വൽ ആവാം. ഓക്കെ, ഈക്വൽ ആവാന്ന് വെച്ചാൽ ഈ 2000 ആണ്. ഒരു കോർപ്പറേറ്റ് ആക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, കമ്പനി പുതിയ ഇഷ്യൂ ചെയ്തിട്ടില്ല, തിരിച്ചു വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 2000 സ്റ്റോക്ക് ഉണ്ട് 2024 സ്റ്റാർട്ട് ചെയ്തപ്പോൾ. എന്തെങ്കിലും അത് തന്നെയാണ്. അപ്പൊ നമ്മൾ വെയിറ്റഡ് ആവറേജ് എന്ന് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. വെയിറ്റഡ് ആവറേജ് ചെയ്യാനൊന്നും ഇല്ലത്. അത് ഡയറക്ട്ലി നമ്പർ ഓഫ് ഷെയർസ് എടുത്താൽ മതി. ഓക്കെ, അതുപോലാണ് നമ്മൾ ഈ 65,000 ഒക്കെ ചെയ്ത്. ഓക്കെ, ഡയറക്ട്ലി ക്വസ്റ്റ്യൻ തന്നിട്ട്. ഇപ്പം ഇവിടെ എന്താന്ന് വെച്ചാല് 2000 ഷെയർസ് 12 മാസത്തേക്കുണ്ട്. ഓക്കെ, പക്ഷെ ഈ 1000 ഷെയർസ് വെറും എത്ര മാസത്തേക്കുള്ളൂ? 6 മാസത്തേക്കുള്ളൂ. ഇപ്പം കാൽക്കുലേഷൻ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഈ ഒരു സ്റ്റേജിൽ എത്തിയ സ്ഥിതിക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞാൽ എന്തൊക്കെ കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ്, എന്തൊക്കെ കോർപ്പറേറ്റ് ആക്ഷൻസ് സംഭവിക്കുമ്പോഴാണ് ഷെയർസ് കൂടണം കുറയണം, അതൊക്കെ ചെയ്തിട്ട് വേണം കാൽക്കുലേഷനിൽ പോകാൻ. എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അവിടെ. ഓക്കെ, 2024 ജനുവരി സ്റ്റാർട്ടിങ്ങിൽ 2000 ഷെയർസ് ഉണ്ട് അല്ലെ. 2000 ഷെയർസ് ആണ് ബിഗിനിങ്ങിലുള്ളത്. ഓക്കെ, 2000 ഷെയർസ്. ആ 2000 ഷെയർസ് ഞാൻ എടുത്തു. ഇനി അതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു എന്ത്, ഇതാ ജൂണിൽ അവർ പുതിയ ഇഷ്യൂ ചെയ്തിട്ടുള്ള 1000 സ്റ്റോക്ക്. ഓക്കെ, പക്ഷെ ഈ 1000 സ്റ്റോക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വെറും 6 മാസം അല്ലെ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. അതായത് 1000 അല്ല 1000 ഷെയർസ് പുതിയ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 6 മാസത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഈ 1000നെ × 6 / 12 ചെയ്യും. ഓക്കെ, അത് എത്ര ടൈം പീരീഡ് ആണോ അത് ഹോൾഡ് ചെയ്ത് അതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് ഞാൻ ഈ ഷെയർസിന്റെ നമ്പറിനെ ചേഞ്ച് ചെയ്യാൻ പോകും. കാരണം 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2000 + 1000 2024 ഡിസംബർ ആയപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 3000 ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ IAC / 3000 ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു വർഷം ഹോൾഡ് ചെയ്തവർക്കും 6 മാസം ഹോൾഡ് ചെയ്തവർക്കൊക്കെ സെയിം വാല്യൂ കിട്ടുന്ന പോലെ അല്ലേ. സോ നമ്മൾ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ റിലയബിലിറ്റി കുറയും അല്ലെ. സോ കുറച്ചും കൂടി റിലയബിൾ ആവാൻ വേണ്ടി, കുറച്ചും കൂടി എക്സാക്ട് ഫിഗർ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതാ, ഈ 1000 ഷെയർസ് നമ്മൾ പുതിയ ഇഷ്യൂ ചെയ്തത് വെറും 6 മാസത്തേക്ക് ഈ വർഷം നിന്നിട്ടുള്ളൂ അല്ലെ. ഈ വർഷം 6 മാസത്തെ അത് എക്സിസ്റ്റിംഗ് ആയിട്ട് നിന്നിട്ടുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോണു, ആ 1000നെ എത്ര കാലത്തേക്കാണോ അത് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വർഷം, അതിന്റെ വെയിറ്റ് അനുസരിച്ച് ഞാൻ അതിനെ ആവറേജ് ചെയ്യാൻ പോകും. 1000 ഷെയർസ് പുതിയ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ജൂൺ മുതലാണ് അല്ലെ. ജൂൺ ലാസ്റ്റ് ആണ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലെ, 6 മാസത്തിലേ നിന്നിട്ടുള്ളൂ. ജൂൺ ഫസ്റ്റ് ആണെങ്കിൽ 7 മാസം ഉണ്ടാവും. ജൂൺ ലാസ്റ്റ് ആണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്ക് നിന്നിട്ടുള്ളൂ അല്ലെ. സോ ഞാൻ എന്ത് ചെയ്യാം, 1000 × 6/12 ചെയ്താൽ ഇതാ 500 ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആവറേജ് ഈ ഒരു വർഷം കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് പറഞ്ഞാൽ 2500. ഓക്കെ, അതെങ്ങനെ കിട്ടി? 2000 സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് ഓക്കെ, പ്ലസ് നമ്മളെ ആവറേജ് 500 നമ്മൾ എടുത്തു. ഓക്കെ, ആക്ച്വലി 3000 ഷെയർ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉണ്ടാവാം. ഓക്കെ, പക്ഷെ അതിന്റെ എത്ര കാലത്തേക്കാണോ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് അതിന്റെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ആവറേജ് എടുത്തപ്പോൾ കിട്ടിയത് ഇതാ ഈ 1000 ഷെയർസ് ജൂൺ ലാസ്റ്റിലാണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ളത് കൊണ്ട് അത് വെറും 6 മാസത്തേക്ക് ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൂ. സോ 2500 ആണ് നമ്മളെ വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ത്രൂ ഔട്ട് ദ പീരീഡ്. ഓക്കെ, അറ്റേ പോയിന്റ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യണേ, അറ്റേ പോയിന്റിലല്ല ഡിസ്കസ് ചെയ്യണേ, ത്രൂ ഔട്ട് ദ പീരീഡ് ആ ഒരു വർഷം കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ പീരീഡ് എത്ര നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട് ആവറേജ്. ഓക്കെ, സോ നമ്മൾ ഈ IAC വീതിച്ചു കൊടുക്കേണ്ടത്
IAC വീതിച്ചു കൊടുക്കേണ്ടത് ഇയർ എൻഡിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്നതല്ല, ഈ എത്ര നമ്പറാണ് ആവറേജ് നമ്മൾ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്, അത് 2500 ആണ്. അങ്ങനെ ആയിട്ടാണ് നമ്മൾ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല കുറെ സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് പറഞ്ഞത്. ഈ ഷെയർസിന്റെ നമ്പർ കൂടുകയും കുറയും ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാന്നുള്ളത്. ഓക്കെ, പുതിയ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഷെയർസിന്റെ നമ്പർ കൂടും. പക്ഷെ അത് എപ്പോഴും ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലും ഇയറിന്റെ എൻഡിങ്ങിലും ആയിരിക്കണം എന്നില്ല. ഓക്കെ, ആ ത്രൂ ഔട്ട് ദി പീരീഡ് പല കാര്യങ്ങളും സംഭവിക്കാം. ഓക്കെ, സോ ആ ഒരു ത്രൂ ഔട്ട് ദ പീരീഡ് ആവറേജ് ഓരോ ദിവസവും എത്ര നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ആവറേജ് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ, ആ 1000 ഞാൻ 500 ആക്കി എടുത്തത് മനസ്സിലായിട്ടില്ലേ? Yes, sir. അത് നമ്മള് ഇതിപ്പം സാർ 6 month ആയതുകൊണ്ടല്ലേ 6/12 ഇത് 3 4 ഒക്കെ ആണെങ്കിലോ അങ്ങനെയല്ലേ പല കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെ ജൂൺ ലാസ്റ്റ് എന്നുള്ള കേസിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജൂൺ ലാസ്റ്റ് ആണെങ്കിൽ അതെ. ആ 1000 ആ ആ 1000 ഷെയർസ് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, 6 മാസത്തേക്കല്ലേ ചെയ്തുള്ളൂ. അത് നവംബറിൽ സംഭവിക്കാം. നവംബർ ലാസ്റ്റ് ആണെങ്കിൽ ഡിസംബർ ഒരു മാസത്തേക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1000 × 1/12 അങ്ങനെ പലതും നമുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള എന്താണ് നമ്മളെ വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായി സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ എങ്ങനെ കാണും? ഡിവിഡൻഡ് പെർ ഷെയർ എങ്ങനെ മനസ്സിലായില്ല? ഡിവിഡൻഡ് ഇപ്പൊ നമ്മളിത് ഇപ്പൊ ഈ 2000 ഷെയർ ഹോൾഡേഴ്സ് അല്ല ഷെയർസ് ഇടയിൽ ഇതായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഡിവിഡൻഡ് പെർ ഷെയർ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിവിഡൻഡ് പെർ ഷെയർ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബേസിക് ഏർണിംഗ്സ് പെർ ഷെയറിന്റെ എത്രയാണോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതൊരു ആവറേജ് ഫിഗർ ആണ്, കറക്റ്റ് അത് തന്നെ ആയിക്കൊള്ളുന്നില്ല. നമ്മള് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മള് എന്തുകൊണ്ട് വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർഹോൾഡേഴ്സ് ആ 3000 നമ്പർ ഓഫ് കോമൺ ഷെയർഹോൾഡേഴ്സിന് വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് റിലയബിൾ ആയിരിക്കില്ല. കാരണം ആ 3000 കുറച്ച് ആൾക്കാർ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കും, ചിലപ്പം ലാസ്റ്റിലേക്ക് പകുതി വെച്ച് വന്നവരായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തതായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും. സോ നമ്മൾ ഏണിങ്സിന് കുറച്ചും കൂടി റിലയബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കോർപ്പറേറ്റ് ആക്ഷൻസിന്റെ ഡീറ്റെയിൽസ് തരും. ഈ ഒരു ഡേറ്റിൽ കമ്പനി എന്ത് ചെയ്തു, ഈ ഒരു ഡേറ്റിൽ കമ്പനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഈ ഒരു ഡേറ്റിൽ കമ്പനി ഷെയർസ് തിരിച്ചു വാങ്ങി. ഓക്കെ, ഓരോന്നും നമ്മൾ ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മന്ത്സ് വെച്ചിട്ട് കണക്കാക്കിയില്ലേ? ഓക്കെ, ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തത് ആറ് മാസത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. സോ നമ്മൾ ആ വെയിറ്റ് എടുത്തിട്ട് 6 മാസത്തേക്കുള്ളതിൽ ഇതാക്കും. ഇനി വെയിറ്റ് ഒന്നും എടുക്കാണ്ട് ഡയറക്ട്ലി നമ്മൾ × 2 ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് പേരാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയാം. ഓക്കെ, അതിലേക്കാണ് ഞാൻ അടുത്ത വരാൻ പോകുന്നത്. എന്തൊക്കെ കോർപ്പറേറ്റ് ആക്ഷൻസ് സംഭവിക്കുമ്പോഴാണ് നമ്മളെ നമ്പർ ഓഫ് ഷെയർസ് കൂടുകയും കുറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സർ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഷെയർസ് വാങ്ങിയ ആൾക്കാർക്ക് നമ്മൾ ഡിവിഡൻഡ് അപ്പോഴും അൺഈക്വൽ ആയിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുള്ളൂ? മീൻസ് അതെ, അത് അത് അവരൊരു ഒരു ഇതായിട്ട് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് അവർക്ക് കിട്ടില്ലല്ലോ. കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അത് നല്ലൊരു ഡൗട്ടാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു രീതിയിലാണ് വെയിറ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് തന്നിട്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഇങ്ങനെ തരും, ആവറേജ് 6 വർഷം എത്ര നമ്പർ ഓഫ് കോമൺ ഷെയർസ് ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് ഡയറക്ട്ലി തരും. ഓക്കെ, ആ കോമൺ ഷെയർസ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് വെച്ചിട്ട് നിങ്ങൾ എത്രയാണോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത് എക്സാക്ട് ആയിരിക്കില്ല, ഒരു ആവറേജ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ബാങ്ക് സോൺ ഡെഫിനിഷൻ ചെയ്തിട്ടില്ലേ? ഒറ്റ സെക്കൻഡ് ഒന്ന് ഫിക്സ് ചെയ്തേ.